ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ ഭാസ്കരൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിധിയോട് വിളിച്ച് പറയുന്നുണ്ട് സുധീഷിന് ട്രാവൽസ് ഒന്നും ഇല്ല മോളെ, അവൻ അവിടുത്തെ ഡ്രൈവറാണെന്നൊക്കെ പറയുന്നത്. എന്തായാലും നിധി ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പുറത്ത് പോയിട്ട് തുണി ഉണക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എന്നോട് മാപ്പാക്ക് നിധി, ഇനി ഞാൻ ഒരിക്കലും നോണ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നോണ പറഞ്ഞാലും വേണ്ടില്ല, എന്തായാലും എനിക്ക് വേണ്ടില്ല, നിങ്ങൾ മാത്രം എന്താ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഭാസ്കരൻ വരുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് മോളെ സുനന്ദനെ കല്യാണം ആലോചിച്ച ആൾക്കാർ എല്ലാം കഴിഞ്ഞിട്ട് ഉറപ്പിക്കേണ്ട അവസാനമായിട്ട് എന്നോട് വന്നിട്ടാണ് ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചത്. ഞാനൊന്നും പറഞ്ഞില്ല, എന്താച്ചാ ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും കല്യാണം നടന്നോട്ടെ, ഞാനൊന്നും പറഞ്ഞില്ല, അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു, ഇനി അടുത്തത് ഉറപ്പിക്കലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷും സുധീഷും കൂടി അതേ പോണ സമയത്ത് സുനന്ദ അങ്ങനെ കരഞ്ഞ് നിൽക്കണതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ വല്ലാത്ത വിഷമാവുണ്ട് അവൾ കരയണതൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നികേഷിനോട് നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടന് ശരിക്കും വിഷമമായോടെ കല്യാണം മുടങ്ങിയതിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നികേഷ് പറയേണ്ട ആ സുഭാഷ് ഏട്ടന് കല്യാണം മുടങ്ങിയതിന് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അത് ആരോടും കാണിക്കണില്ല എന്ന് മാത്രം. അപ്പം നമ്മുടെ നിധി നികേഷിനോട് പറയുന്നത് നിൻ്റെ സുഭാഷ് ഏട്ടൻ ഇത്രയ്ക്ക് പാവാണോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നത് ആ സുഭാഷ് ഏട്ടൻ നല്ല പാവാണെന്നൊക്കെ പറയുന്നത്. എന്ത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.